പിയാനോ വായിക്കുന്നു എവിടെയോ വായിച്ചു. ഗംഭീരമായിട്ട് വായിക്കും. ഗംഭീരമായിട്ടൊന്നുമില്ല വായിക്കില്ല, പക്ഷെ എനിക്ക് വേണ്ടി വായിക്കും. അതേപോലെ തന്നെ ഒന്ന് രണ്ട് ചോദ്യം കൂടെ ചോദിക്കാതെ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. നമ്മള് ഈ സമീപകാലത്ത് മേഡം ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കം വെച്ചിരുന്നു. അത് ആരാണെന്ന് പറയാൻ ഇപ്പോഴെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, കാരണം ഈ ആൾ ആര് എന്നുള്ളത് പ്രസക്തമല്ലാത്തത് കൊണ്ട് കണ്ടാണ് അദ്ദേഹമായിട്ട് പിന്നീട് ഇടപെടേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, അതായിക്കോട്ടെ, ഇപ്പൊ ഇടപെട്ടാലും ഇല്ലെങ്കിലും എന്താണ് വിഷയം? ഇതിനകത്ത് കാര്യം എന്താന്ന് വെച്ചാല് ഇത് നമ്മുടെ ഒരു സമൂഹത്തിനകത്തുള്ള ഒരു ചിന്തയുടെ പ്രതിഫലനമായിരുന്നു. ആ പ്രതിഫലനത്തിനെയാണ് ഞാൻ ഇത് കോൾ ഔട്ട് ചെയ്തത്. ഇപ്പം അത് ചെയ്തത് കാരണം ഒരു വ്യക്തി ഒരു സമയത്ത് പറഞ്ഞത് മാത്രമല്ല, ആ ഒരു വ്യക്തി ആ സമയത്ത് പറയുന്നത് കൊണ്ട് എനിക്ക് എത്രയോ വ്യക്തികൾ എത്രയോ സമയങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഇത് പറഞ്ഞതിൻ്റെ ഓർമ്മയുടെ അത് തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ സംഗതി മാത്രമായിരുന്നു. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് റോഡിൽ കൂടി നടക്കുമ്പോൾ, സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടി നടക്കുമ്പോൾ ഇരുട്ടേന്ന് പറഞ്ഞിട്ട് എന്നെ പിന്തുടർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഓർമ്മകൾ അങ്ങനെ അതിൻ്റെ ഒരു മുനം മാത്രമാണ്. എന്തിനാണ് ഒരാളെ മാത്രം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഐ ഷുഡ് കോൾ ഔട്ട് ദ ഹോൾ ലോട്ട് ഓഫ് ദം. അത് ഇപ്പൊ അദ്ദേഹത്തിന് റിഗ്രറ്റ് തോന്നിയാൽ എന്ത്, തോന്നിയില്ലെങ്കിൽ എന്ത്? അതല്ലല്ലോ സമൂഹത്തിന് തോന്നുന്നുണ്ടോ? നമ്മൾ ഇന്ന് മക്കളെ നമ്മുടെ മക്കൾ അയ്യോ മോളെ കുറച്ചുകൂടി നിറം വെക്കണം, നീ ഇന്ന് വെയിൽ പോകരുത് എന്ന് പറയുന്നത് നിൽക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ഈ സർവീസിന്റെ ഏറ്റവും അവസാനം നേരിട്ട് വലിയൊരു വെല്ലുവിളി ഫേസ്ബുക്കിൽ തുടർച്ചയായി എഴുതി വന്നിട്ടുള്ള ചില പോസ്റ്റുകളായിരുന്നു. പ്രശാന്തിനെ കേട്ടു, പ്രശാന്തുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. പ്രശാന്തിന്റെ പറയുന്നതിനകത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടോന്ന് ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ തോന്നിയിട്ടുണ്ടോ? അതോ ഞാൻ ഇന്ന് പടിയിറങ്ങാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഞാൻ ചീഫ് സെക്രട്ടറി അല്ല, എനിക്ക് ഇതിന്റെ ഉത്തരം പറയേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങളെപ്പോലെ തന്നെ അജ്ഞാതയാണ് എന്താണ് സംഭവിക്കുന്നത്. സർക്കാർ ഈ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പരിപാടിയാണ്. ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പരിപാടി നിങ്ങൾ എങ്ങനെ ആരോട് ഏത് വഴിക്ക് ചോദിച്ചാലും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, പാടില്ല. അതിന് പിന്നെ ഞാൻ കൂടുതൽ ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്തായാലും നമ്മളെ കൂടെ ഇത്രയും മീഡിയ വൺ പ്രേക്ഷകരുടെ കൂടെ ഇത്രയും നേരം സമയം ചെലവഴിച്ചു. ഒരു പാട്ട് മേഡം പാടി, നേപ്പാളി പാട്. എനിക്കറിയാം നേപ്പാളി അന്ന് നമുക്ക് കലോത്സവത്തിൽ വന്നിട്ട് പാടിയിരുന്നു. എന്തെങ്കിലും ഒരു പാട്ട് പ്ലീസ്. ഇനി ഫ്രഞ്ചിൽ തന്നെ പാടാം, ഏതെങ്കിലും പാടിക്കോ, അല്ലെങ്കിൽ ജാപ്പനീസ് ആയാലോ, ഏതെങ്കിലുമൊക്കെ ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ തുമ്പുകൾ പിടിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ വാസുരേറാലെ നൈനോ ആനാ ഹിതോ കാ സുഖിയോ ആഓ ഇച്ഛതു പിതേസാ യു മിതേതാവാ. ഏത് ഭാഷ? ജപ്പാൻ ഭാഷ. ഏതൊക്കെ ഭാഷ അറിയാമോ? ഇതൊന്നും അറിയില്ല. ഇതൊക്കെ ഇവിടുന്ന് കിട്ടുന്ന ഗാനശകലങ്ങളൊന്നും ഓർത്ത് വെക്കുന്നത് അത്രേ ഉള്ളൂ. ഇന്ന് കഴിയുമ്പോഴത്തേക്ക് എന്താ ഇവിടെ തിരുവനന്തപുരം തന്നെ കേന്ദ്രീകരിച്ച് താമസിക്കാനോ നാട്ടിലേക്ക് പോകണം എന്നുള്ളതാണ്? തൽക്കാലം ഇവിടെ തന്നെയുണ്ട് പക്ഷെ ഞങ്ങൾ ചേക്കേറും വയനാട്ടിലേക്ക്, കോഴിക്കോട്ടേക്ക്. യാത്ര പോകണ്ടേ? കുറെ യാത്രയും പോവും. മെയ് മാസം തുടങ്ങും ഞങ്ങളുടെ യാത്ര. അല്ല, മെയ് അല്ല, ജൂൺ മാസം. നീണ്ടു നിൽക്കുന്ന യാത്ര അതിനുശേഷം ഉണ്ടാവും. ഇനി രണ്ടുപേരും ആസ്വദിക്കാൻ പോവാണ് ഉറപ്പായിട്ടും. അങ്ങനെ ദിവ്യ മാം പേഴ്സണലി നമ്മൾ സംസാരിക്കാൻ ഭയങ്കര രസമുള്ള മനുഷ്യനാ. എന്തായാലും സേഫ്, നമുക്ക് ശാരദാ മുരളീധരന്റെ അവരുടെ ആ മുഖത്തെ ആ സന്തോഷവും ആ ചിരി നിറഞ്ഞ പ്രതികരണവും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്ര സംതൃപ്തിയോടെ സന്തോഷത്തോടെയാണ് അവർ സർവീസിൽ നിന്ന് വിരമിക്കുന്നത്, പടിയിറങ്ങുന്നത് എന്നത്. എന്തായാലും ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്ന ഒരു ലൈഫാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ്റെത്. അപ്പോൾ നമുക്കിനിയും അവരെ ആവശ്യമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പദവിയിൽ അല്ലെങ്കിലും നമ്മുടെ ഒരു പൊതുവേദിയിൽ അവരുടെ ഒരു നിറസാന്നിധ്യം ഉണ്ടാകണം എന്നുകൂടി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ദിവ്യ നമ്മുടെ ആങ്കർ പറയുകയാണ്, മാഡത്തിന്റെ ചിരി, മാഡം അത്രയും പ്ലസന്റ് ആയിട്ട് നിൽക്കുകയാണ്, മാഡത്തിന് അത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് കേരളത്തിന് എവിടെങ്കിലും ഏതെങ്കിലും ഒരു പദവിയിൽ മാഡം വേണം എന്നൊരാഗ്രഹം പങ്കുവെക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഗ്രഹം. തീർച്ചയായും ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് വളരെ ഉപകാരം.